ഈ ഇടയ്ക്ക് എന്റെ ഒരു സ്റ്റുഡന്റ് എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ പോകുന്നത്. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് മിസ്സേ, അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ ഞാൻ എന്താണ് പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെ വാക്കുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റിയ ഒരു അടിപൊളി ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ വേർഡുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിന്തിച്ചു നോക്കാം. ഫോർ എക്സാമ്പിൾ, ബോൾസ്റ്റർ എന്നൊരു വേർഡ് ഉണ്ട്. ആ വേർഡിന്റെ അർത്ഥം സപ്പോർട്ട് എന്നാണ്. അപ്പൊ ഈ വേർഡ് ഓർക്കുമ്പോൾ നിങ്ങൾ ഒരാള് ഒരു വലിയ തടിക്കഷ്ണം കയ്യിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നത് ആലോചിക്കാം. ഒരു വലിയ തടിക്കഷ്ണം ഒരാൾ രണ്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചേക്കാണ്. അയാൾ കൈ എടുത്ത് ആ തടിക്കഷ്ണം താഴേക്ക് വീഴും. അങ്ങനെ അല്ലെങ്കിൽ കുറെ പുസ്തകങ്ങൾ ഒരാൾ രണ്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനത്തെ രീതിയിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഒരുപാട് കുട്ടികളെ ഇംഗ്ലീഷിലെ വാക്കുകൾ ഓർത്തിരിക്കാൻ സഹായിക്കുന്നത്. ഈ സാധനം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തെങ്കിലും അവൻ ചെയ്തത് വേറൊരു രസകരമായ മെത്തേഡിലാണ്. അവൻ ഓരോ വാക്കിന്റെ സൈഡിലും ആ വാക്കിന്റെ മീനിങ് മലയാളത്തിൽ ഒരു ചെറിയ രീതിയിൽ എഴുതി വെക്കും. ഫോർ എക്സാമ്പിൾ, ബോൾസ്റ്ററിന് അവൻ എഴുതി വെച്ചത് ബുക്കുകൾ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ബുക്കുകൾ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആ ബുക്കുകൾ ഇങ്ങനെ സൈഡിൽ ചെറിയൊരു പടം പോലെ വരച്ചു വെച്ചു. അപ്പൊ ഇപ്പോഴും അവൻ ആ വേർഡ് മറന്നിട്ടില്ല. ഇനി ഇതുപോലെ ചില ചെറിയ ചെറിയ വാക്കുകളുണ്ട്. ഇപ്പൊ ടാക്ട് ടേൺ എന്നൊരു വാക്കുണ്ട്. ടാക്ട് ടേണിന്റെ അർത്ഥം എന്ന് അറിയോ? ഭയങ്കര റിസർവ്ഡ് ആയിട്ടിരിക്കുക, ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുക. ഒരാള് മിണ്ടാതെ കൈയും വെച്ച് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് മാത്രം ഒരു ചിത്രമായിട്ട് നിങ്ങൾ എടുത്തു വെച്ച് നോക്കൂ. ടാക്ട് ടേൺ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആരോടും സോഷ്യലൈസ് ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുന്നു. ഇനിയിപ്പോ സോഷ്യലൈസ് ചെയ്യും ഒരുപാട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗാർലെസ് എന്നൊരു വാക്ക് ഉപയോഗിക്കാം. സോ എപ്പോഴും കണക്ഷൻ ബിൽഡ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വിഷ്വലൈസേഷൻ, രണ്ടാമത്തത് കണക്ഷൻ ബിൽഡ് ചെയ്ത് പഠിക്കാം. ഈ രണ്ട് ടെക്നിക്കുകളിലും നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാൻ പറ്റും. ഇതുപോലെ രസകരമായ ടെക്നിക്സുമായിട്ട് ഇനിയും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഭാഷ ബഹുവിശേഷം.